ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള നിരവധി ആളുകൾ അവരെല്ലാം സാധാരണ നിലയിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവരാണ്. സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചടവും അങ്ങനെയെല്ലാമുള്ള പ്രക്രിയയിൽ കൂടിയാണ് അവർ ആ ദുരന്തത്തിൻ്റെ ആ നിമിഷം വരെ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ആ ദുരന്തത്തിന് ശേഷം ചില സ്വകാര്യ ബാങ്കുകൾ ഇപ്പോൾ ദുരന്തത്തിൻ്റെ അവശേഷിക്കുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് പണം തിരിച്ചടക്കണം എന്നൊക്കെയുള്ള ആവശ്യം മുൻനിർത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അത് ഒട്ടും മനുഷ്യത്വപരമായ സമീപനമല്ല. ഈ മനുഷ്യത്വപരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് അങ്ങേയറ്റം മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും ഒരാളോട് അത്തരം സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ വന്ന് പണത്തിനാവശ്യപ്പെടുകയോ ലോൺ അടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരം ഉണ്ടാവുകയോ ചെയ്താൽ അത്തരം ബാങ്കുകളിലേക്ക് ഡിവൈഎഫ്ഐ ശക്തമായ സമരം സംഘടിപ്പിക്കും എന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. ഞങ്ങളിപ്പോൾ ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സംസ്ഥാന ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പെരുമാറാൻ വേണ്ടി കഴിയുന്നത്? അവർക്കിനി തിരിച്ചുപോയാൽ അവരുടെ സ്ഥലം പോലും അവിടെ ഇല്ല. ആ സ്ഥലം ഈട് നൽകിയിട്ടാണ് അവർ വായ്പ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഈട് നൽകിയെടുത്തിട്ടുള്ള വായ്പയുടെ മേൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു വാർത്ത വന്നാൽ അത്തരം ബാങ്കുകൾ മാനന്തവാടിയിലും വയനാട്ടിലും പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളെ അണിനിരത്തിയിട്ട് ഡിവൈഎഫ്ഐ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവന ഉപാധികൾ, ഇപ്പം വാഹനങ്ങൾ ഉള്ള ആളുകളുണ്ട്, പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ട അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തുറന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇങ്ങനെയുള്ള ജീവനോപാധികൾ അടിയന്തരമായും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിൽ അത്തരം കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാക്കി കൊടുക്കണം.